എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളും 3 അലോട്ട്മെൻറ്റുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സപ്ലിമെൻ്ററി ഘട്ടമാണ് വരാനിരിക്കുന്നത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതുവരെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ജൂൺ മാസം 25-ന് ശേഷം വിദ്യാർത്ഥികൾക്ക് നൽകാൻ സാധിക്കുമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിരവധി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇന്ന് വളരെ വിഷമം ദിവസം തന്നെയാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്തയും അതിലുപരി സങ്കടം നിറഞ്ഞൊരു ദിവസം തന്നെയാണ് ഇന്ന്. കാരണം +1 അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇന്നു മുതൽ എന്ത് ചെയ്യാണ്, +1 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. എന്നാൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇന്നത്തെ വളരെ ഒരു ദുഃഖ ദിവസം തന്നെയാണ്. കാരണം അവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്, ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തത് കാരണം അവർക്ക് ക്ലാസ്സുകളിൽ പോയി ഇരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. വാട്ട് നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളും ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. മെറിറ്റ് കോട്ടയിലേക്കുള്ള മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകൾ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് 3 അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇന്ന് വളരെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. കാരണം ഇന്ന് ക്ലാസ് തുടങ്ങിയാണ്. പക്ഷേ മറ്റൊരു കൂട്ടം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ, ഈ വീഡിയോ ഒരിക്കലും ഒരു കാര്യം ഉറപ്പുണ്ട്, അലോട്ട്മെൻറ്റ് കിട്ടിയൊരു കുട്ടി, ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളൊരു കുട്ടി ഈ വീഡിയോ കാണുകയാണെന്നുള്ളത്. കാരണം ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾ മാത്രമേ ഈ വീഡിയോ കാണുകയുള്ളൂ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു ദുഃഖ വാർത്ത തന്നെയാണ് ഇന്നത്തെ ദിവസം. കാരണം ക്ലാസ് തുടങ്ങുകയാണ്, നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. കാരണം അലോട്ട്മെൻറ്റ് കിട്ടാത്തൊരു ഇഷ്യൂ ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ. അതുകൊണ്ട് തന്നെയാണ് അപേക്ഷ ജൂൺ മാസം 25 മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികളാണ് ഒരു കൂട്ടർ വിദ്യാർത്ഥികൾ. ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാൻ സാധിക്കുന്നവരിൽ ഒരു കൂട്ടർ എന്ന് പറഞ്ഞത് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയവർ. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും അപേക്ഷ നൽകി, പക്ഷേ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അതായത് കൂടുതൽ വിദ്യാർത്ഥികൾ മുഖ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, സീറ്റ് കിട്ടിയില്ല. സെക്കൻഡ് വന്നു, സീറ്റ് കിട്ടിയില്ല. തേർഡ് വന്നു, അതിലും സീറ്റ് കിട്ടിയില്ല. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നൽകാൻ സാധിക്കും, അപേക്ഷ നൽകാൻ സാധിക്കും. ഇനി അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് വന്നത് കാരണം, നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ കടന്നുകൂടിയത് കാരണം ആദ്യത്തെ 3 അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിച്ചിട്ടില്ല. നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ കാരണം ആദ്യത്തെ 3 അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടാതെ പോയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റ് തിരുത്തി പുതിയ അപേക്ഷയിൽ ആപ്ലിക്കേഷൻ പുതുക്കി നൽകാം. നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകാൻ സാധിക്കും. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളായാലും നിങ്ങൾ അപേക്ഷ എന്ത് ചെയ്യണം, നിങ്ങളുടെ അപേക്ഷ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് ആദ്യം ചെയ്തപ്പോൾ 3 അലോട്ട്മെൻറ്റുകളിൽ പരിഗണിച്ചിരുന്നു, അങ്ങനെ ചെയ്താൽ ഇത് പരിഗണിക്കില്ല. ഇനി നിങ്ങളുടെ അപേക്ഷ എന്ത് ചെയ്യണം, നിങ്ങളുടെ അപേക്ഷയിൽ ഒരു തെറ്റുകളില്ലെങ്കിൽ പോലും, നിങ്ങളുടെ അപേക്ഷയിൽ ഒരു തെറ്റുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപേക്ഷ പുതുക്കി നൽകണമെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളെവിടെ പറഞ്ഞെടുത്തത്, അപേക്ഷയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്തിയിട്ട് അപേക്ഷ പുതുക്കി നൽകാൻ അവസരമുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾക്ക് ആദ്യത്തെ അവസരത്തിൽ അപേക്ഷിക്കാൻ വിട്ടുപോയി, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ അപേക്ഷകൾ നൽകാൻ സാധിക്കും. ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ഈ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുമെന്നുള്ളത് അറിയാം. 3 കൂട്ടർ വിദ്യാർത്ഥികളുടെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. ഈ 3 കൂട്ടർ വിദ്യാർത്ഥികൾക്കാണ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഒന്ന്, മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും അപേക്ഷ സമർപ്പിച്ചു, പക്ഷേ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾ അപേക്ഷ നൽകി, പക്ഷേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അപേക്ഷയിൽ തെറ്റ് വന്നത് മൂലം, അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നത് മൂലം അപേക്ഷ പരിഗണിക്കപ്പെടാതെ പോയ വിദ്യാർത്ഥികൾ, നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കും ഇതിൽ അവസരമുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഇതിൽ അപേക്ഷിക്കാൻ പറ്റാതെ വരവർക്ക്, നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയൊരു പുതിയ അപേക്ഷയാണ് നിങ്ങൾക്ക് സമർപ്പിക്കേണ്ടത് എങ്കിൽ നിങ്ങൾക്കും
ഈ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാം. എങ്ങനെയാണ് അപേക്ഷിക്കുക? hscap.kerala.go.in എന്ന വെബ്സൈറ്റ് വഴി തന്നെയാണ് ഇതിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. hscap.kerala.go.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അപേക്ഷ ആദ്യമായിട്ട് സമർപ്പിക്കുന്നവർ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് വഴി നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ അപേക്ഷ സമർപ്പിച്ചിട്ടും കിട്ടാതെ പോയ വിദ്യാർത്ഥികളോ തെറ്റുകുറ്റങ്ങൾ വന്ന കാരണം കിട്ടാതെ പോയ വിദ്യാർത്ഥികൾക്കോ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ കയറിയിട്ട് അപേക്ഷ പുതുക്കി നൽകിയാൽ മാത്രം മതിയാകും. തെറ്റുള്ളവർ തെറ്റ് തിരുത്തുകയും വേണം. അപ്പം ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ബാക്കി കൂടുതൽ അപ്ഡേറ്റുകൾ വരും മുറയ്ക്ക് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ജൂൺ 25 ശേഷം അപേക്ഷ തുടങ്ങുമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് പുറത്തു വരുന്നത്. അപ്പോൾ പുതിയ കാണുന്നത് മൈ നെയിം ഈസ് കൃത ഫ്രം ഡ്രസ് ഫോർ ദ കരിയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.